സുഹൃത്തുക്കളെ, ഇന്ന് ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ രാജ്യത്ത് വർദ്ധിച്ചു വരുന്ന മുസ്ലിം വിരുദ്ധ വിദ്വേഷത്തെയും അക്രമത്തെയും കുറിച്ചാണ്. സത്യത്തിൽ മുസ്ലിങ്ങൾക്കെതിരായ വെറുപ്പും ആക്രമണങ്ങളും ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. കഴിഞ്ഞ നിരവധി വർഷങ്ങളായി ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും മുസ്ലിം സമൂഹം ഭയത്താലും ആശങ്കയോടെയുമാണ് ജീവിക്കുന്നത്. എന്നാൽ കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി സ്ഥിതി കൂടുതൽ ഗുരുതരമാവുകയാണ്. ഡൽഹിയിലും ഉത്തർപ്രദേശിലുമുള്ള ചില പ്രദേശങ്ങളിൽ മുസ്ലിങ്ങൾക്കെതിരായി തുറന്ന ഭീഷണികളും വിദ്വേഷ മുദ്രാവാക്യങ്ങളും ഉയരുകയാണ്. ചില സംഘങ്ങൾ തെരുവുകളിൽ ഇറങ്ങി മുസ്ലിങ്ങളെ ഭയപ്പെടുത്തുകയും ആക്രമണ ഭീഷണി മുഴക്കുകയും ചെയ്യുന്നു. എന്നാൽ ഭരണകൂടം പലപ്പോഴും ഇതെല്ലാം കാണാത്തതുപോലെ പെരുമാറുന്നു. അടുത്തിടെ ഗാസിയാബാദിൽ സൂര്യ എന്ന ഹിന്ദു കൗമാരക്കാരൻ കൊല്ലപ്പെട്ട സംഭവം വലിയ വിവാദമായി. പ്രതിയായ ആസാദ് എന്ന മുസ്ലിം കൗമാരക്കാരനെ പോലീസ് എൻകൗണ്ടറിൽ വെടിവെച്ചു കൊന്നു. പോലീസ് പറയുന്നത് അദ്ദേഹം രക്ഷപ്പെടാൻ ശ്രമിച്ചുവെന്നാണ്. എന്നാൽ നമ്മുടെ രാജ്യത്തെ എൻകൗണ്ടറുകൾ എങ്ങനെ നടക്കുന്നു എന്ന് ജനങ്ങൾക്കറിയാം. കോടതിയുടെ മുന്നിൽ വിചാരണ നടത്തി കുറ്റം തെളിയിക്കുന്നതിന് പകരം പ്രതികളെ വെടിവെച്ച് കൊല്ലുന്നത് നീതിയുടെ വഴിയല്ല. ഒരാൾക്കെതിരെ കുറ്റാരോപണമുണ്ടായാൽ അയാളെ ശിക്ഷിക്കേണ്ടത് കോടതിയാണ്, പോലീസല്ല. പക്ഷേ ഇവിടെ ആസാദിനെ കൊന്നതുകൊണ്ട് മാത്രം കാര്യങ്ങൾ അവസാനിച്ചില്ല. അദ്ദേഹത്തിൻ്റെ പിതാവിനെയും സഹോദരനെയും അറസ്റ്റ് ചെയ്തു. കുടുംബത്തിൻ്റെ വീട് പൊളിക്കാനുള്ള നോട്ടീസ് നൽകി. അതായത് ഒരു വ്യക്തിയുടെ കുറ്റത്തിന് മുഴുവൻ കുടുംബത്തെയും ശിക്ഷിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. ഇതോടെ കാര്യങ്ങൾ അവസാനിക്കുന്നില്ല. ആസാദ് മുസ്ലിം ആയതുകൊണ്ട് മുഴുവൻ മുസ്ലിം സമൂഹത്തെയും സംശയത്തിൻ്റെ നിഴലിൽ നിർത്തുകയാണ്. ചില പ്രദേശങ്ങളിലെ മദ്രസകൾ അടച്ചുപൂട്ടുന്നു. മുസ്ലിങ്ങൾക്ക് ഈദ് ആഘോഷിക്കാനോ നമസ്കാരം ചെയ്യാനോ അനുവദിക്കില്ലെന്ന ഭീഷണികൾ മുഴങ്ങുന്നു. ഇതിലും ഭയാനകമായ മറ്റൊരു കാര്യമുണ്ട്. ഇന്ന് സോഷ്യൽ മീഡിയയിലും യൂട്യൂബിലും മുസ്ലിം വിരുദ്ധ വിദ്വേഷം പ്രചരിപ്പിക്കുന്ന നിരവധി ആളുകൾ സജീവമാണ്. അവർ മുസ്ലിങ്ങളെ തെരുവിൽ തടഞ്ഞു നിർത്തി പ്രകോപനപരമായ ചോദ്യങ്ങൾ ചോദിക്കുന്നു. മറുപടി പറയാതിരുന്നാൽ കുറ്റവാളികളെ പോലെ ചിത്രീകരിക്കുന്നു. മറുപടി പറഞ്ഞാൽ അത് വളച്ചൊടിച്ച് പ്രചരിപ്പിക്കുന്നു. ഇതിലൂടെ വിദ്വേഷം ഒരു രാഷ്ട്രീയ ആയുധം മാത്രമല്ല, ഒരു ബിസിനസ്സായി മാറിയിരിക്കുന്നു. മുസ്ലിങ്ങളെ അപമാനിക്കുകയും ആക്രമിക്കുകയും ചെയ്യുന്ന വീഡിയോകൾക്ക് കൂടുതൽ കാഴ്ചക്കാരും കൂടുതൽ വരുമാനവും ലഭിക്കുന്നു. ഇവിടെയാണ് ഏറ്റവും വലിയ ചോദ്യം ഉയരുന്നത്. ഒരു ജനാധിപത്യ രാജ്യത്തിൽ ഒരു സമൂഹത്തിനെതിരെ ഇങ്ങനെ തുറന്ന് വെറുപ്പ് പ്രചരിക്കുമ്പോൾ അതിനെ തടയേണ്ടതാരാണ്? ഭരണകൂടം മിണ്ടുന്നില്ല. പോലീസ് പലപ്പോഴും മൗനം പാലിക്കുന്നു. രാഷ്ട്രീയ പാർട്ടികൾ ഭയപ്പെടുന്നു. വോട്ടുകൾ നഷ്ടപ്പെടുമോ എന്ന ആശങ്കയിൽ പല നേതാക്കളും സത്യം പറയാൻ തയ്യാറല്ല. എന്നാൽ നാം ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇന്ന് മുസ്ലിങ്ങൾക്കെതിരെ വിദ്വേഷം ന്യായീകരിക്കപ്പെടുകയാണെങ്കിൽ നാളെ അത് മറ്റേതെങ്കിലും സമൂഹത്തിനെതിരെയും ഉപയോഗിക്കപ്പെടാം. ജനാധിപത്യത്തിൻ്റെ അടിത്തറ സമത്വവും നിയമവാഴ്ചയുമാണ്, വിദ്വേഷവും പ്രതികാരവുമല്ല. ഒരു സമൂഹത്തിനെതിരെ നിരന്തരം ഭീഷണി മുഴക്കുന്നത് തന്നെ ഒരു തരത്തിലുള്ള അക്രമമാണ്. അക്രമം നടക്കുന്നതിന് മുമ്പ് തന്നെ ഭയത്തിൻ്റെ അന്തരീക്ഷം സൃഷ്ടിക്കുന്നത് മനുഷ്യരുടെ സ്വാതന്ത്ര്യത്തെ ഇല്ലാതാക്കുന്നു. അതിനാൽ മതം ഏതായാലും ജാതി ഏതായാലും നാം വിദ്വേഷത്തിനെതിരെ ശബ്ദമുയർത്തണം. നിയമം എല്ലാവർക്കും ഒരുപോലെ ബാധകമാകണം. കുറ്റം ചെയ്ത വ്യക്തിയെ ശിക്ഷിക്കണം. ഒരു മതത്തെയോ ഒരു സമൂഹത്തെയോ അല്ല. ഇന്ത്യയുടെ ശക്തി വൈവിധ്യത്തിലാണ്. ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും സിഖും ഒരുമിച്ച് ജീവിക്കുകയാണ്. ആ ഐക്യം സംരക്ഷിക്കുകയാണ് ഓരോ ജനാധിപത്യ വിശ്വാസികളുടെയും കടമ.